നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗ്ലോബൽ മാർക്കറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻഡിക്കേറ്ററോ അതല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയോ അല്ല, മറിച്ച് ജനറലായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു ചെറിയൊരു കഥ പറയാം. നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോകുന്ന ഒരു സമയത്ത്, ഇനീഷ്യലി നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോകുന്ന ആ ഒരു സമയത്ത്, ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ കാറിനെ പറ്റി പഠിക്കും. കാറിൻ്റെ ഗിയർ, കൂടാതെ തന്നെ 5 ഗിയർ, റിവേഴ്സ് ഗിയർ ഉൾപ്പെടെ, ക്ലച്ച്, അതിൻ്റെ മിറർ, അപ്പോൾ അതിൻ്റെ ഉപയോഗം, സൈഡ് കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. പിന്നെ റോഡിലൂടെ പോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ, പല ഒബ്സ്റ്റക്കിൾസ് വരാം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. പെട്ടെന്ന് തന്നെ ഒരാൾ വട്ടം ചാടുക, അല്ലെങ്കിൽ ട്രാഫിക് ജംഗ്ഷൻ, അല്ലെങ്കിൽ സീബ്ര ക്രോസ്, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ പാലിച്ചാണ് നമ്മളൊരു ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സല്ല. നമുക്ക് വളരെയധികം തലവേദനകളാണ് ഓരോ കാര്യങ്ങളുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെ എല്ലാ ആളുകളും വളരെയധികം ടെൻഷനാണ് അല്ലേ. അപ്പോൾ ആ ഒരു കഥ അവിടെ നിൽക്കട്ടെ. ഈ വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാൻ സാധ്യതയുള്ളത്, എൻ്റെ ടെൻഷൻ റിലീഫ് ചെയ്യാനായിട്ട് ഞാൻ ഡ്രൈവിങ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അതായത് പുള്ളിക്ക് ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ, സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാനായിട്ട് ഡ്രൈവിങ് ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് ഇതേ വ്യക്തി തന്നെ പറയും. അപ്പോൾ അതായത് ഈ ഒരു കാലഘട്ടങ്ങൾക്കിടയിൽ ഡ്രൈവിംഗ് എടുക്കുന്ന ആ ഒരു ദിവസത്തിൽ ഡ്രൈവിംഗ് എടുക്കുന്നതായിരുന്നു ടെൻഷൻ എങ്കിൽ, ഒരു 5 വർഷങ്ങൾക്കപ്പുറം ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ടെൻഷൻ മാറുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് മാറിയിട്ടുണ്ട്. ആ ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ഇതേ ക്ലച്ചും ഇതേ റിവേഴ്സ് ഗിയറും ഇതേ മിററും ഇതേ സീബ്ര ക്രോസും എല്ലാം തന്നെ അവിടെ ഉണ്ട്. പക്ഷേ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെല്ലാം തന്നെ നമ്മളുടെ ഉപബോധ മനസ്സിലെല്ലാം ഉണ്ട്. നമ്മളെല്ലാം ഉൾക്കൊണ്ട് എല്ലാം നോക്കി എന്നിട്ട് ഡ്രൈവിംഗ് നമ്മൾ ആസ്വദിച്ചാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. ട്രേഡിംഗ് ഇതുപോലെ തന്നെയാണ്. ഇനീഷ്യലി നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ടതായിട്ട് ഒരുപാട് മാർക്കറ്റുകളുണ്ട്, ഒരുപാട് രാജ്യങ്ങളുടെ ഇവൻറ്റുകളുണ്ട്. എന്നാൽ ഒരു 5-6 വർഷത്തിന് ശേഷം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഇതെല്ലാം നോക്കുന്നുണ്ട്. അത് എക്സ്പീരിയൻസ്ഡ് ആയ സമയത്ത് ഇതെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇതെല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇത്രയും കഥ പറയാൻ കാരണം, ട്രേഡർ ചെയ്യുന്ന ഒരു ഇനീഷ്യലി നമ്മളൊരു ട്രേഡിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ 1 ബൈ 1 നോക്കണം. പിൽക്കാലത്ത് നമുക്കതൊരു ഹാബിറ്റായി മാറിയേക്കാം, നമ്മളത് കൺസേൺ ആവില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ട്രേഡിങ്ങിനെ കാണേണ്ടത്. കാരണം പല ആളുകൾ പറയുന്നുണ്ട് ട്രേഡിങ് വളരെ ഈസിയാണ്, ചില ആളുകൾ പറയുന്നുണ്ട് ട്രേഡിങ് വളരെ ഡിഫിക്കൽട്ടാണ്. ഈ ഈസി ആണെന്ന് പറയുന്ന ആളുകൾ അവർ കണ്ണും പൂടി ട്രേഡ് ചെയ്യുന്നില്ല. അവർ ഈ ഘടകങ്ങളെല്ലാം തന്നെ നോക്കിയിട്ട് തന്നെയാണ് ട്രേഡിങ് ചെയ്യുന്നത്. കാര്യത്തിലേക്ക് വരാം. നമ്മുടെ മാർക്കറ്റ് രാവിലെ 9:30 മുതൽ ഇപ്പം വൈകിട്ട് 3:30 വരെയാണ് ഉള്ളത്. NSE വളരെ പെട്ടെന്ന് തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് രാത്രി 9 വരെ ആക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെ മാർക്കറ്റ് 9:15 തൊട്ട് 3:30 വരെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മാർക്കറ്റ് മാത്രമാണോ നമ്മളുടെ നിഫ്റ്റീനെ മുന്നോട്ട് നയിക്കുന്ന ഘടകം? അല്ല എന്നുള്ളതാണ് ഉത്തരം. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു കിടപ്പ് നമുക്ക് മനസ്സിലാക്കാം. മദർ മാർക്കറ്റ് എന്ന് പറയുന്നത് US മാർക്കറ്റാണ്. US മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 ശേഷമാണ്, രാത്രിയാണ് ഓപ്പൺ ആവുന്നത്. ക്ലോസ് ആവുന്നത് ഏകദേശം ഒരു 2 മണിയോടെ. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റാണ് മദർ മാർക്കറ്റ്. US മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഓരോ ഈവൻറ്റും നമ്മളെ ബാധിക്കും എന്നുള്ളപ്പോൾ രാത്രി ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക് പകല് അതൊരു ബെഞ്ച് മാർക്കായിട്ട് വെക്കാൻ സാധിക്കുക? അപ്പോൾ അതിനുള്ള ഉത്തരമാണ് US ഫ്യൂച്ചർ. US ഫ്യൂച്ചർ ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ US ഫ്യൂച്ചറിൽ തന്നെ S&P 500 ഫ്യൂച്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ നാസ്ഡാക്ക് ഫ്യൂച്ചർ ഉണ്ടാവാം, ഡോ ഫ്യൂച്ചർ ഉണ്ടാവാം. എല്ലാം നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡോ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ്. അത് നമുക്ക് നമ്മുടെ മാർക്കറ്റ് സമയത്ത് നമ്മളതൊരു മാനദണ്ഡമായിട്ട് വെക്കാം. US മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളെല്ലാം തന്നെ ഡോ ഫ്യൂച്ചർ അതേപോലെ തന്നെ അതേ സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിളാണ് നമുക്ക്. അപ്പോൾ ഡോ ഫ്യൂച്ചർ നോക്കാം. അപ്പോൾ ഡോ ഫ്യൂച്ചർ താഴെ കാണുന്നതാണ് ഡോ ഫ്യൂച്ചറിൻ്റെ ആ ഒരു സിമ്പിൾ. നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ നോക്കാം, അല്ലെങ്കിൽ investing.com ടാഗ് ചെയ്തിടാം. നമുക്കത് വാച്ച് ചെയ്യാം.
US മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാം. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരാം. യൂറോപ്യൻ മാർക്കറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളാണുള്ളത്. അത് ഇന്ത്യൻ സമയം ഏകദേശം ഒരു മണിക്ക് ശേഷമാണ്, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ഈ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഓപ്പൺ ആവുന്നത്. പക്ഷേ രാവിലെ തൊട്ട് ഇതേ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചറും അവിടെയുണ്ട്. അതും നമുക്ക് ട്രാക്ക് ചെയ്യാം. 1 മണിക്ക് ശേഷം ഇതേ യൂറോപ്യൻ മാർക്കറ്റ് യൂറോപ്യൻ ഫ്യൂച്ചർ അനുസരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അതിനുശേഷം യൂറോപ്യൻ ഫ്യൂച്ചർ നോക്കണ്ട, യൂറോപ്യൻ മാർക്കറ്റ് തന്നെ നമുക്ക് നോക്കാം. ഇനി നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:15 എന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പേ തന്നെ 6 മണിയോട് കൂടിയിട്ട് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ നോക്കേണ്ട കാര്യമില്ല, നേരിട്ട് നമുക്ക് ഏഷ്യൻ മാർക്കറ്റ് നോക്കാം. ഏഷ്യൻ മാർക്കറ്റിൽ ചൈനയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, കൊറിയ ഉണ്ട്, ജപ്പാനുണ്ട്, ഹോങ്കോങ് ഉണ്ട്. ഈ 5 ഏഷ്യൻ മാർക്കറ്റുകൾ അതേപോലെ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാം. 9:30 നമ്മളുടെ മാർക്കറ്റ് ഏത് രീതിയിലാണ്, എന്താണ് ഏഷ്യൻ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്നുള്ളത്, നമ്മുടെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്നുള്ളത് ഏഷ്യൻ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നോക്കിയിട്ട് നമുക്ക് ഏറെക്കുറെ വിലയിരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചു, ഏഷ്യൻ മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചു, US മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ മാർക്കറ്റിൽ 3:30 മാർക്കറ്റ് വ്യാപാരം അവസാനിച്ചു. 3:30 നമ്മളെ മാർക്കറ്റ് വ്യാപാരം അവസാനിക്കുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടില്ല, US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുമില്ല. നെക്സ്റ്റ് ഡേ 9:15 നമ്മുടെ നിഫ്റ്റി നമുക്ക് ഓപ്പൺ ആകുന്നത്. നിഫ്റ്റി പെട്ടെന്ന് 9:15 വെറുതെ അങ്ങ് ഓപ്പൺ ആവുന്നതല്ല. മേൽപ്പറഞ്ഞ US ഫ്യൂച്ചറും അതിനുശേഷം ഞാൻ പറഞ്ഞ യൂറോപ്യൻ ഫ്യൂച്ചർ പോലെ ഇന്ത്യൻ മാർക്കറ്റിനും നമുക്കും ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത്. 3:30 നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വൈകിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിങ് തുടരും. US മാർക്കറ്റ് ട്രേഡിങ് അവസാനിക്കുന്നവരെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇന്ത്യൻ സമയം 6 മണിക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആണ്. 9:15 നമ്മൾ കാണുന്ന നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണുകളും എല്ലാം തന്നെ വരുന്നത്, റിഫ്ലക്റ്റ് ആവുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയ ഒരു റിഫ്ലക്ഷനാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ വന്നിട്ടുള്ളത്? നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നടന്ന യൂറോപ്യൻ US മാർക്കറ്റിൻ്റെ ഇമ്പാക്റ്റ്, അതാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത്, ഹോൾഡ് ചെയ്താൽ കൂടിയും എന്താണ് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു അവസ്ഥ എന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെൻറ്റ് വെച്ച് നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റിലും ഉണ്ടാകുന്ന മൂവ്മെൻറ്റാണ്. നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഇനി അതിലേക്ക് വരാം, 9:15 നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പിന്നെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എന്താ നോക്കുന്നത്? US ഫ്യൂച്ചർ. അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചത് ഓരോ രാജ്യങ്ങളിലെ ഇൻഡെക്സിനെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും ഓരോ രാജ്യത്തിലെയും ഇൻഡെക്സ് മൂവ് ചെയ്യുന്നത് അതേ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഈവൻ്റ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇന്ത്യൻ ഈവൻറ്റിന് യാതൊരു പ്രസക്തി ഇല്ലേ എന്ന്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഈവൻറ്റിന് പ്രസക്തിയുണ്ട്. നമ്മളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള എലക്ഷൻ, ബഡ്ജറ്റ്, നമ്മളെ ഇൻഫ്ലേഷൻ ഡേറ്റ, ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ വിട്ടേക്കുക. നമ്മുടെ മാർക്കറ്റിലേക്കും നമ്മളുടെ ലോക്കൽ ക്യൂസിലേക്കും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പക്ഷേ ഇത്തരം നമുക്ക് ലോക്കൽ ക്യൂസുകൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ നേരെ US മാർക്കറ്റിൽ ഇതേ ഡേറ്റ, ഇതേ ഇൻഫ്ലേഷൻ, ഇതേ പലിശ നിരക്ക് വർധനവ്, ഇതേ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ, അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതിനുശേഷമാണ് യൂറോപ്യൻ മാർക്കറ്റിനുള്ള ഇമ്പോർട്ടൻസ്. അതിനുശേഷമാണ് ഏഷ്യൻ മാർക്കറ്റിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ്. അതെല്ലാം തന്നെ നമ്മളുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ ട്രേഡിംഗ് ആപ്പിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ഗ്ലോബൽ ഈവൻറ്റിൽ അതാത് രാജ്യങ്ങളിലുള്ള നടക്കുന്ന ഈവൻറ്റുകളും സമയവും അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവർനൈറ്റ് പൊസിഷൻ വേണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനങ്ങൾ അതേ രാജ്യങ്ങളിലെ ഈവൻ്റ് അനുസരിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെ മാർക്കറ്റുകൾ ഫോക്കസ് ചെയ്യണമെന്നും അതാത് രാജ്യങ്ങളിലുള്ള ഈവൻറ്റുകൾ എവിടെ കാണാൻ പറ്റുമെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തുക. ട്രേഡിങ്ങിൽ മികച്ച ഒരു മുന്നേറ്റം നടത്താനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സഹായകമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ശുഭദിനം.